നമസ്കാരം കുഞ്ഞു കൂട്ടുകാരെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കഥയുമായാണ്. കഥയുടെ പേര് ദാമുവിൻ്റെ അത്യാഗ്രഹം വരുത്തിയ വിന. വിന എന്ന് പറഞ്ഞാൽ ദുഃഖം. നമുക്ക് തുടങ്ങാം. ഒരിടത്ത് ദാമു എന്ന പേരുള്ള സമർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ 30 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി നഷ്ടമായി. അയാൾ കുറേ അന്വേഷിച്ചിട്ടും സഞ്ചി കിട്ടിയില്ല. അയാൾ വളരെ നിരാശനായി. അയാൾ നിരാശനായിരിക്കുന്നത് കണ്ട് അയാളുടെ സുഹൃത്ത് കാര്യമന്വേഷിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. അയാളുടെ സുഹൃത്ത് ഒരു സത്യസന്ധനും പരോപകാരിയുമായിരുന്നു. സുഹൃത്തിൻ്റെ പേര് രാമു എന്നായിരുന്നു. രാമു ദാമുവിനെ സഹായിക്കാനായി നാണയത്തിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. കുറേ അന്വേഷണത്തിനൊടുവിൽ രാമുവിന് ദാമുവിൻ്റെ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി കിട്ടി. രാമു സഞ്ചിയുമായി ദാമുവിൻ്റെ അടുക്കലെത്തി. ദാമുവിന് വളരെ സന്തോഷമായി. ദാമു സഞ്ചി തുറന്ന് നാണയങ്ങൾ എണ്ണി നോക്കി. 30 സ്വർണ്ണ നാണയങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാഗ്രഹിയായ ദാമു രാമുവിനോട് പറഞ്ഞു, "അല്ലയോ സുഹൃത്തേ, ഇതിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇതിൽ 30 സ്വർണ്ണ നാണയങ്ങളേ ഉള്ളൂ. താങ്കൾ ബാക്കി സ്വർണ്ണ നാണയങ്ങൾ എടുത്തോ." "ആ സഞ്ചിയിൽ അത്രയും നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല," രാമു വളരെ വിഷമത്തോടെ കൂടെ പറഞ്ഞു. എന്നാൽ ദാമു അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ അങ്ങനെ തർക്കമായി. അവസാനം തർക്കം മൂത്ത് ന്യായാധിപന്റെ അടുത്ത് പോകാമെന്നായി. അവർ രണ്ടുപേരും കൂടി ഒരു ന്യായാധിപനെ കണ്ട് സംസാരിച്ചു. എന്നിട്ട് നടന്നതെല്ലാം ന്യായാധിപനെ അറിയിച്ചു. ന്യായാധിപൻ കുറച്ചു സമയം ആലോചനാ നിമഗ്നനായിരുന്നുകൊണ്ട് ദാമുവിനോട് ചോദിച്ചു, "നിങ്ങളുടെ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ?" അത്യാഗ്രഹിയായ ദാമു പറഞ്ഞു, "അതെ, ആ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു." അത് കേട്ട ന്യായാധിപൻ രാമുവിനോട് ചോദിച്ചു, "നിങ്ങൾ ഈ സഞ്ചിയിൽ നിന്ന് നാണയങ്ങൾ എടുത്തോ?" രാമു വളരെ വിഷമത്തോടെ പറഞ്ഞു, "ഇല്ല, ഞാൻ അതിൽ നിന്നും ഒന്നും തന്നെ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ 30 സ്വർണ്ണ നാണയങ്ങളേ അതിലുണ്ടായിരുന്നുള്ളൂ." കുറച്ചു നേരത്തിന് ശേഷം ന്യായാധിപൻ ദാമുവിനോട് പറഞ്ഞു, "നിങ്ങളുടെ സഞ്ചിയിൽ 40 നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് അല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ ഈ സഞ്ചിയിൽ 30 നാണയങ്ങളെ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഈ സഞ്ചി നിങ്ങളുടേത് ആയിരിക്കുകയില്ല. ഈ സഞ്ചി ഞാൻ രാമുവിന് കൊടുക്കുകയാണ്. നിങ്ങളുടെ സഞ്ചി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു." അങ്ങനെ നമ്മുടെ അത്യാഗ്രഹിയായ ദാമു നാണിച്ച് തലയും താഴ്ത്തി നിന്നു. പരോപകാരിയായ രാമുവിന് 30 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. ദാമു അത്യാഗ്രഹത്തിന് പോയില്ലായിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? അയാൾക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു കിട്ടിയേനെ. ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? അത്യാഗ്രഹം ആപത്തിലേക്കേ നമ്മെ നയിക്കുകയുള്ളൂ. ശരി കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.